അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മക്ക് ടെൻഷൻ മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ 2 വട്ടമായിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഹുസൈനാജി. അതുകൊണ്ട് തന്നെയാണ് ഉമ്മാക്ക് ഇത്ര ബേജാറ്. ആദ്യം എൻ്റെ കുട്ടിയെ വണ്ടി ഇടിച്ച്, അതും മൊബൈൽ ഷോപ്പിൽ പാർട്ട്ണർഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് അട്ടപ്പാടിയിലേക്കെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, അതൊന്നും എനിക്ക് മറക്കാൻ കഴിയൂല. എൻ്റെ കുട്ടീനെ എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയത്, അതും ഏതോ ആദിവാസി കോളനിയിൽ ഓൽക്ക് കിട്ടിയിട്ട് എൻ്റെ കുട്ടിയെ പച്ചമരുന്ന് കൊണ്ട്. പഠിച്ചവനെ അല്ലാ, ഞാൻ കൈവിട്ട് പോയെന്ന് വിചാരിച്ചാണ്. എന്തൊക്കെ തന്നെയാലും പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ച് കിട്ടിയതാണ്. അതേപോലെ തന്നെ പിന്നെയും അന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞു വരുന്ന വഴി എൻ്റെ കുട്ടീനെ എല്ലാവരും കൂടി പിടിച്ച് തല്ലായിരുന്നു. അന്ന് ഫൈസൽ ആ സമയത്ത് പഠിച്ചവനായിട്ട് അവനവിടെ ഇറക്കി കൊടുത്തു. അല്ലാ, ഒരു പക്ഷേ എൻ്റെ കുട്ടി അയാളെ കൊല്ലാനും മടിക്കില്ലായിരുന്നു. ഓങ്ങിയ കത്തി ഫൈസൽ വാങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ ഷാമോന് ജയിലിൽ പോയിരുന്നു എന്ന് വരെ പറഞ്ഞു. അങ്ങനത്തെ പ്രതിസന്ധി അല്ലാതെ പിന്നെ ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമ്മാക്ക് ടെൻഷൻ. എത്രയൊക്കെ തന്നെയായാലും പെറ്റതള്ളയല്ലേ, ആ ഒരു മുൻപത്തെ ബേജാറ് അത് നന്നായിട്ടുണ്ടാകും. ഉമ്മയുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്ത. എന്നാൽ ഷമ്മാസിന് യാതൊരു കൂസലില്ലായിരുന്നു. അവൻ കൂളായിട്ട് തന്നെ അതാ ഹുസൈനാജിയുടെ റൂമിലേക്ക് പോകുന്നു, കൂടെ അസ്കറും. ഷമ്മാസ്, അത് ഉപ്പ നിന്നെ വിളിച്ചിട്ടോ, അതാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. ആ, അതിനെന്താ, നോ പ്രോബ്ലം. ഉമ്മ പടച്ച റബ്ബിനോട് മനസ്സിൽ ദുആ ചെയ്യായിരുന്നു. പഠിച്ചോനെ അല്ലാ, നീ കാക്ക്. ഇവിടുത്തെ ചുറ്റുപാടും പരിസരം കണ്ടിട്ടൊന്നും അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ പറയാൻ പറ്റൂലേ, ചതിയിലൂടെയാണ് എൻ്റെ കുട്ടിയെ 2 പ്രാവശ്യം ഓല് ഇല്ലാതാക്കാൻ ശ്രമിച്ചതും. ഇതും എന്തൊക്കെയാണാവോ. ഉമ്മയുടെ മനസ്സിൽ വല്ലാതെ ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ നുസൈബയും ഷിഫിയുമൊക്കെ നല്ല സംസാരത്തിലായിരുന്നു. ഉമ്മയുടെ മുഖത്താണ് വല്ലാത്ത വിഷമമുള്ളത്. അങ്ങനെ അത് ഷമ്മാസും അസ്കറും വിശാലമായ ആ ഒരു ഹാളിലേക്ക് കടക്കുന്നു. ബാപ്പ, അസ്കർ വിളിക്കുന്നു. ആ മോനെ. ആ ബാപ്പ, ഇങ്ങൾ ചോദിച്ചേ ആളെത്തിക്കണ്. ആ, എത്തിയോ? അത് ആരാ? ഷമ്മാസ്, നിങ്ങൾ ചോദിച്ചില്ലേ? ആ, ഷമ്മാസില്ലേ മോനെ? ഷമ്മാസേ. അദ്ദേഹം വളരെയധികം ദയനീയമായാണ് ഷമ്മാസിനെ വിളിക്കുന്നത്. ആ ഉപ്പ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുവാൻ വല്ലാതെ പ്രയാസം തോന്നി ഷമ്മാസിന്. അദ്ദേഹം ഒരു ടവൽ കൊണ്ട് തൻ്റെ മുഖം മറച്ച രീതിയിലായിരുന്നു. എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുന്നത് ശരിക്കും ഷമ്മാസ് ശ്രദ്ധിച്ചു. എന്തിനാ ആജിരെ നിങ്ങൾ കരയണത്? നിങ്ങളെന്തിനാ കരയണത്? മോനെ പൊന്നു മോനെ, ക്ഷമിക്കണം എന്നോട്. എന്തിന്? ഒരുപാട് ഞാൻ നിങ്ങളൊക്കെ ഉപദ്രവിച്ചില്ലേ, അതിന് പഠിച്ചോ എനിക്ക് ദുനിയാവെന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ ആചാര്യം, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ? നിങ്ങളെപ്പോഴും ധീരനായിരുന്നല്ലോ, നിങ്ങളാ ധീരതയോടെ തന്നെ നിൽക്കേ. ഒരു തെറ്റും ചെയ്യാതെ നിന്നാൽ പോരെ. ആ ധീരത എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്, ഭയമല്ല വേണ്ടത്. മോനെ, കുറേ കാലം ധീരനായി നിന്നില്ലേ, പക്ഷേ കൂടുതൽ തെറ്റുകളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. നല്ലൊരു കാര്യത്തിന് ഒരു ധീരതയും ഞാൻ കാണിച്ചിട്ടില്ല. പൊന്നു മോനെ, ക്ഷമിക്കണം. അദ്ദേഹത്തിൻ്റെ കൈകൾ അതാ ഷമ്മാസ് പിടിക്കുന്നു. അതെ, നിങ്ങൾ വിഷമിക്കില്ല അജയരെ, നമ്മൾ നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. ഒന്നും ഉണ്ടാവില്ല, ഒക്കെ പഠിച്ച് റബ്ബ് റാഹത്താക്കി തരും. എനിക്കൊന്നുമില്ല നിങ്ങളോട് മനസ്സിൽ, അതൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഞാനല്ലേ നിങ്ങളെ ഉപദ്രവിച്ചത്? മോനെ, നീ തടുത്തതല്ലേ എന്നെ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാം ഓർമ്മ ഉണ്ടല്ലേ നന്നായിട്ട്, അത് മറക്കാൻ കഴിയുമോ? ആജിരെ, നിങ്ങളെ കാലടിച്ചൊടിച്ച് ഞാനല്ലേ. എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യണേ വിചാരിച്ചതല്ല. നിങ്ങൾ പിന്നെ എൻ്റെ പിന്നിലൂടെ വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോഴേ എനിക്ക് പിന്നെ സഹിച്ചില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യുക, എൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കാലൊക്കെ സുഖമായില്ലേ? കാലൊക്കെ സുഖമായി. പക്ഷെ എൻ്റെ മുഖം എനിക്ക് ഒരാളുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല ഷമ്മാസ്. ഒരാൾക്ക് എന്നെയും കാണുവാനോ മുഖത്ത് നോക്കുവാനോ കഴിയുന്നില്ല. അങ്ങനെ അങ്ങ് ആയിപ്പോയി. എന്തൊക്കെ ചെയ്യാം?
അല്ല, സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ ആസിഡൊക്കെ എടുക്കാൻ വേണ്ടി പോയത്? എങ്ങനെയാണ് ഈ പൊള്ളൽ ഇത്ര അധികം ഏറ്റത്? എന്തിനാണ് ഇത്രയ്ക്കും കൂടുതൽ വേലക്കാരൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് ഈ ആസിഡിൽ കളിക്കാനും ഇതിനൊക്കെ പോയത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? മോനെ, ഒരിക്കലും ഞാനല്ല. പിന്നെ പിന്നെ എങ്ങനെ? അല്ല അസ്കർ, ഇതിനാളെ കിട്ടിയോ? ഇല്ല, ബാപ്പയായിട്ടൊന്നും പറയണില്ല. പിന്നെ ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചിട്ടുമില്ല. കേസാക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മളെന്ത് ചെയ്യാനാ? അസ്കറിൻ്റെ ആ വാക്ക് കേട്ട് ഷമ്മാസ് ചിന്തിച്ചു. അസ്കർ, ഇതങ്ങനെയല്ല, ഇത്രക്കും ഡേഞ്ചറായ രീതിയിലാണിത് വെച്ചിട്ടുള്ളത്. ഒരിക്കലും എന്താ പറയുക, ഈ ഒരു മനുഷ്യന് ഒരിക്കൽ പോലും ഒരാളുടെ മുഖത്ത് നോക്കുവാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തിരിച്ച് നോക്കുവാനോ പറ്റാത്ത രീതിയിൽ അത്രക്കും ശോകം. എന്താ പറയുക, നമുക്ക് ഒരു പ്രാവശ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് വല്ലാതെ അങ്ങോട്ട് എനിക്കറിയുന്നില്ല, എന്തോ അങ്ങോട്ട് ആകുകയാണ്. പിന്നീട് നമുക്ക് ആ ഒരു വ്യക്തിയെ നോക്കാൻ കഴിയുന്നില്ല. ആ ഒരു രീതിയിലാക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും ആരാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ എന്താ നിനക്ക് കഴിഞ്ഞില്ലേ? കഴിയാഞ്ഞിട്ടല്ല, അന്വേഷിച്ചിട്ടില്ല, അതുതന്നെ ബാപ്പാക്ക് സമ്മതമല്ല. അല്ല ജിയറെ, നിങ്ങളെ മുഖത്ത് ഇത്രയധികം വലിയൊരു അക്രമം കാണിച്ച ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അത് അറിയില്ല. നട്ടപ്പാതിരാക്കല്ലേ അതൊക്കെ. എങ്ങനെയാണിപ്പോൾ നിങ്ങൾ ഇത്രയും സേഫ്റ്റിയായി ഈ ഒരു വീടിൻ്റെ ഇത്രക്കും വലിയ രീതിയിലുള്ള പൂട്ടും അത്രക്കും സെക്യൂരിറ്റികൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു നിങ്ങളുടെ ഈ ഒരു കിടപ്പറയിലേക്ക്, അതായത് ബെഡ്റൂമിൽ വെച്ചാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഒരു കിടപ്പറയിലേക്ക് അത്ര ധൈര്യമായി കയറി വരാൻ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശ്വസ്തരായ ആരെങ്കിലൊക്കെ ആണോ എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ചൂടെ? ഒരിക്കലും ഷമ്മാസിൻ്റെ മൂത്തച്ചി ഫസീലയാണ് എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അസ്കർ സമയം നോക്കി. അല്ല, സമയമായി തുടങ്ങിട്ടോ, 6:40 ബാപ്പ, കുറച്ച് കണ്ട് സംസാരിക്കാം. എന്തായാലും ഇഫ്താർ മീറ്റല്ലേ, ആളുകളൊക്കെ എത്തിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് പറഞ്ഞു, ആജിയരെ, നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് തെളിയിക്കാം. മോനെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോടായിട്ട് പറയാണ്ട്. എന്നോടായിട്ട് എന്ത് കാര്യമാണെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അസ്കർ പോലും കൂടെ ഉണ്ടാകാൻ പാടില്ല. ഹജരെ, നിങ്ങൾ സൗണ്ടൊക്കെ വല്ലാണ്ട് ഇങ്ങോട്ട്. നോമ്പ് നോറ്റിട്ടുണ്ടോ? നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്. കുറേ കാലം നോമ്പ് നോൽക്കാതെ നിസ്കരിക്കാതെയും വെറും അക്രമം ചെയ്ത് നടന്നില്ലേ. ഇനി അവസാന കാലത്തെങ്കിലും നന്നാകാമെന്ന് വിചാരിച്ചു. പടച്ചോ നിങ്ങളെ അസുഖങ്ങളും എല്ലാം ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, അസുഖമൊക്കെ ഷിഫിയാക്കി തരട്ടെ. എന്തൊക്കെ തന്നെയാലും അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങൾക്ക്, അല്ല അവസാനം എന്ന് അങ്ങനെ പറയല്ല കേട്ടോ, ഏകദേശം ഒരു 19 വയസ്സിന് ശേഷമാണല്ലോ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു അക്രമമൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും പഠിച്ചവനോട് നിങ്ങൾ നല്ല രീതിയിൽ ദുആ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം അള്ളാഹുവിനോട് പറയുക, പഠിച്ചവനെ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമെന്ന്. ദിക്റുകൾ ചൊല്ലുക, ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക, പഠിച്ചവൻ പുറത്തു തരും. പിന്നെ അക്രമിയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നതാണല്ലോ, നിങ്ങൾ ആക്രമിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവനോട് പ്രാർത്ഥിച്ച തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകും. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ നിങ്ങൾ പഴയതോർത്ത് വിഷമിക്കണ്ട, പഠിച്ചവനോട് കരഞ്ഞു പറഞ്ഞോളി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അല്ലേ. പഠിച്ച റബ്ബിനോട് നമ്മൾ എന്തൊക്കെ തന്നെ വലിയ ദോഷം ചെയ്താൽ വരെ അതിനൊക്കെ തൗബയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങണം, എന്നാൽ കാര്യമുണ്ട്. ആജിരെ, നിങ്ങൾക്കറിയില്ലേ, ഒരാൾ 99 ആളെ കൊന്നു. ആ ചരിത്രം നിങ്ങൾക്ക് അറിയില്ല. 99 ആളെ കൊന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ഒരാളെ കണ്ടു, 100ാമത്തെ ആളെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നതാണ്, അത് എനിക്ക് തൗബ ഉണ്ടാവുമോ? പഠിച്ചോ എൻ്റെ സ്വീകരിക്കുമോ? ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ? 99 ആളെ കൊന്ന നിങ്ങൾക്ക് തൗബേ? വേറെ പണിയൊന്നുമില്ല. അത് പറഞ്ഞതും എന്താ എനിക്ക് തൗബയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു 100ാമത്തെ ആളെയും അയാൾ കൊന്നു. അയാൾ കൊന്നു കഴിഞ്ഞു, വീണ്ടും നടക്കുകയാണ്. എന്താ നടക്കുന്നത്? ഇനി എനിക്ക് നേർമാർഗത്തിലേക്ക് നീങ്ങാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് അയാൾ വീണ്ടും അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് തൗബ ഉണ്ടാവുമോ? ഇപ്പോൾ 100 ആളെ കൊന്നില്ലേ,
എനിക്ക് എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുമോ അള്ളാഹു എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. പാതി വഴിയിൽ വെച്ചിട്ട് അയാൾ മരണപ്പെട്ടപ്പോൾ 2 വിഭാഗം മലക്കുകളാണ് അയാൾക്ക് വേണ്ടി തിരക്ക് കൂടുന്നത്. ഒന്ന് റഹ്മത്തിൻ്റെ മലക്കുകളും ഒന്ന് അദാബിൻ്റെ മലക്കുകളും. ഇവർ പറയാണ് ഞങ്ങൾക്ക് വേണം ഇവരെ. ഒരു വിഭാഗം പറയണം റഹ്മത്തിൻ്റെ മലക്കുകൾ. അപ്പോൾ ഇതിന് മറ്റൊരു പറയാം ഞങ്ങൾക്ക് വേണം, കാരണം 100 ആളെ കൊന്നതാണ്, അതുകൊണ്ട് ഇവനെ ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾക്കുള്ളതാണ് ഇവനെ. എന്നാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്നത് തെറ്റ് പൊറുക്കുവാൻ വേണ്ടിയിട്ട്, പശ്ചാത്തപിക്കുവാൻ വേണ്ടിയിട്ട് മടങ്ങുകയായിരുന്നു അദ്ദേഹം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നടന്ന ദൂരം വെച്ച് അളക്കുകയോ അങ്ങനെ എന്താ ചെയ്തു, അളന്ന് നോക്ക് അങ്ങനെ എന്താ ചെയ്തപ്പോൾ അപ്പോഴും റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞ എന്താണെന്നോ, അവന് തെറ്റൊക്കെ അത്ര ചെയ്തിട്ടും അവൻ നേരായ മാർഗത്തിലേക്ക് നടന്നല്ലോ, ആ ഒരു ചിന്തയിലൂടെയാണല്ലോ വന്നത്. എനിക്ക് നന്നാവണം, ഇനിയെങ്കിലും എനിക്ക് തൗബ ഉണ്ടാവോ എന്ന് ചോദിച്ചാണല്ലോ വന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും ഞാൻ പുറത്തിരിക്കുന്നു. നല്ലൊരു മനസ്സ് വന്നല്ലോ അയാൾക്ക്, ആ ഒരു മനസ്സിനാണ്. അതാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു. ഹാജിരെ, നിങ്ങൾ എത്ര വലിയ തെറ്റും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പടച്ചവനോട് പൊറുക്കലിനെ തേടുക. ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു സ്വീകരിക്കും. നമ്മൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ചു കിട്ടാൻ ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹാജിരെ, ഒരുപാട് അറിവുണ്ടായിട്ട് പറയല്ല, നിങ്ങൾ എന്നോട് കരഞ്ഞു പറഞ്ഞ ഈ ഒരു കണ്ണീരിന് എനിക്ക് നിങ്ങളോട് ഇതേ ഉത്തരം പറയാനുള്ളൂ ഹാജിരെ. അതാണ് ഷമ്മാസ് പിന്നിൽ നിന്ന് അതാ വിളിക്കുന്നു. അസ്കർ, ആ ശരി ഹാജിരെ വരി, നിങ്ങൾ വരി. വേണ്ട മോനെ, ഞാൻ ഈ റൂമിൽ ഇരുന്നോളാം, എനിക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. ഹേയ് എന്തിന്? വേണ്ട, ആളുകൾക്ക് എന്നെ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നും. എന്തിന്? എൻ്റെ കൂടെ ഇരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അസ്കറും ഞെട്ടി, ഹുസൈനാജിയും ഞെട്ടി. എന്ത് മോനെ, ഞാൻ നിന്നെ അത്രയ്ക്ക് ആക്രമിച്ചിട്ടും നിൻ്റെ മനസ്സെന്താ ഇങ്ങനെ? നിന്നെ ഞാൻ വലിയ വാഹനം ഉപയോഗിച്ചിട്ട് നിൻ്റെ കാറ് ഞാൻ ഇടിച്ച് തള്ളി കൊക്കയിലേക്കിട്ടു. പിന്നീട് നിൻ്റെ കൈകാലുകൾ ഒടിച്ച് ഇല്ലാതാക്കാൻ അതും ശ്രമിച്ചു. എന്നിട്ട് നീ എന്താ എന്നെ? ഹാജിരെ, അതൊക്കെ കഴിഞ്ഞു പോയ സംഭവമല്ലേ, നിങ്ങൾ വിഷമിക്കില്ലേ? ഈ സമയത്ത് ദുആ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ നിൽക്കുന്നവൻ്റെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കും. നിങ്ങൾ ദുആ ചെയ്യും, അല്ലാ എനിക്ക് നീ പുറത്തു തരണം റഹ്മാനെ, എനിക്ക് എൻ്റെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം അല്ലാ, അറിവില്ലായ്മ കൊണ്ട് കാട്ടിയതാണല്ല. ദുആ ചെയ്യേ ഹാജിരെ, പടച്ചോൻ പുറത്തു തരും, നിങ്ങൾ കൂടെ നമ്മളിരിക്കും, നമ്മളുണ്ട്, നിങ്ങൾ വിഷമിക്കല്ലേ. ഷമ്മാസിൻ്റെ ആ ഒരു സ്വഭാവം ശരിക്കും അസ്കറിൻ്റെയും കണ്ണുകൾ നനയിച്ചു. വേണ്ട, ഉപ്പ അവിടെ ഇരുന്നോട്ടെ, അത് ഷമ്മാസ് ഇങ്ങോട്ട് പോര് നമുക്ക്. വേണ്ട, ഞാൻ ഉപ്പയുടെ കൂടെ ഇരിക്കാം. വരി ഹാജിയരെ, നമുക്ക് എല്ലാവരുടെയും ഇടയിലിരിക്കാം. വേണ്ട മോനെ, എൻ്റെ മുഖം കണ്ടാൽ ആരും ഭക്ഷണം കഴിക്കില്ല, ആർക്കും അതിന് കഴിയില്ല. അദ്ദേഹം വിതുമ്പിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അസ്കറെ, എടാ, എന്നാൽ ഉപ്പയുടെ നിർദ്ദേശം, ഉപ്പാക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ വേണ്ട, എല്ലാവരെയും നീ ഇരുത്ത്, എല്ലാവരെയും ഇരുന്നതിന് ശേഷം ദാ ഞാനിവിടെ ഇരുന്നോളാം, ഉപ്പയുടെ കൂടെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. മോനെ വേണ്ടടാ, നിങ്ങൾക്കൊന്നും ഭക്ഷണം ഇറങ്ങൂല എന്നെ കണ്ടാൽ. ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പഠിച്ചോൻ ആർക്കാ എന്തൊക്കെ എങ്ങനെയൊക്കെ വരാമെന്നും പറയാൻ പറ്റൂല. നമ്മൾ ഇന്ന് നല്ല രീതിയിലായിരിക്കും, ഒരു പക്ഷേ നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. സുന്ദരിയായ ഒരു പെണ്ണ്, ആ പെണ്ണൊരു ദിവസം ഗ്യാസും കുറ്റി പൊട്ടിത്തെറിച്ചിട്ട് തീ പിടിച്ചിട്ടാണ് ആ പെണ്ണിൻ്റെ മുഖം വല്ലാതെ അങ്ങോട്ട് ആയത്. തീ പിടിച്ച മുഖം എത്ര ഭംഗിയുള്ളതായിരുന്നു. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും നമ്മളുടെ സൗന്ദര്യം കണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ചാൽ എന്താ, ഏത് നിമിഷവും നമ്മളെ സൗന്ദര്യം അള്ളാഹു എടുക്കും. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഹുസൈനാജിക്ക് അത് ശരിക്കും വലിയൊരു പാഠം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഒരാൾക്കും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ആജിയരെ, നിങ്ങൾ വിഷമിക്കില്ലേ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, നിങ്ങൾ ഒരിക്കലും വിഷമിക്കില്ലേ, ഞാൻ ഉണ്ട് നിങ്ങളെ കൂടെ. മോനെ അസ്കറെ, എടാ, അപ്പോഴേക്കും അതാ ഉപ്പാക്ക് നോമ്പ് തുറക്കുവാനുള്ള ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളുമെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഹാജിയരെ, നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ, ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല. നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യേ. മോനെ,
എടാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒരിക്കലും അസ്കർ അത് കേൾക്കാൻ പാടില്ല. എൻ്റെ ഇല്ല, ഒരിക്കലുമില്ല. പടച്ച റബ്ബാണേ, ഞാൻ ആരോടും പറയില്ല. മോനെ, എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയണം. എൻ്റെ മനസ്സിനുള്ളിൽ ഇതുവരെ അത് കൂട്ടി വെച്ച് നിൽക്കുകയായിരുന്നു. എനിക്ക് ശരിയാണ്, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയത് തന്നെയാണ് ഞാൻ. ഒരിക്കലും ഒരാൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാത്തിനും ശിക്ഷ പഠിച്ച ഒന്നായിട്ട് തന്നതാണ് എനിക്ക്. അറിഞ്ഞില്ല ഇത്രയധികം വലിയ ശിക്ഷ ലഭിക്കുമെന്ന്. അതെ, വിഷമിക്കല്ലേ. നോമ്പ് തുറക്കാനായി. പിന്നെ ഈ സമയത്ത് ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കോളി. പിന്നെ ഈ സമയത്തുള്ള ദുആ പഠിച്ച റബ്ബ് സ്വീകരിക്കുന്നതാണല്ലോ. നിങ്ങൾ ദുആ ചെയ്യ് ഇൻഷാ അല്ലാ. അങ്ങനെ നോമ്പ് തുറക്കാൻ വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കി. അപ്പുറത്ത് ഉമ്മയും നുസൈബയും ഷിഫയും ഉമ്മയും എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. വിഭവസമൃദ്ധമായ സദ്യകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അറേബ്യൻ, മജ്ബൂസ്, മന്തി, അതുപോലെ തന്നെ പത്തിരി ഐറ്റംസ്, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് സെറ്റാക്കിയിട്ടുള്ളത്. വളരെയധികം രാജകീയമായ രീതിയിൽ. ഒരു കാലത്ത് ഹുസൈനാജിയുടെ ആളുകളാണ് കൂടുതൽ അവിടെ വന്നിട്ടുള്ളത് എങ്കിൽ ഇപ്രാവശ്യം കൂടുതലായിട്ടും അസ്കറിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഷമ്മാസും ഫാമിലിയും. അല്ലെങ്കിലും അസ്കറല്ലേ ഇനി അവിടുത്തെ ഭരണാധികാരി. ഉപ്പയുടെ ആദ്യത്തെ ആളുകളെയും പരിഗണിക്കാതിരുന്നില്ല. അതിൽ മജീദും വൈഫും അവരുടെ മക്കളും എല്ലാം ഉണ്ടായിരുന്നു. അസ്കർ എല്ലാവർക്കും നല്ല സ്ഥാനം തന്നെ നൽകി. ഒരാളെയും മോശപ്പെടുത്തിയില്ല. എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി. വെറും 5 മിനിറ്റ് മാത്രം ബാക്കിയാണ് ഇനി ബാങ്ക് കൊടുക്കുവാനുള്ളത്. എല്ലാവരും ഷമ്മാസിനെ ചോദിക്കുന്നൊക്കെയുണ്ട്. അവനവിടെ ഉണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുന്നു. എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിൽ. ഷമ്മാസും ഹുസൈനാജിയും ഒരു റൂമിൽ. അപ്പോഴേക്കും അസ്കറും അങ്ങോട്ട് ഓടിയെത്തി. നോമ്പ് തുറന്ന് അസ്കർ വീണ്ടും പുറത്തേക്ക് തന്നെ പോയി. ഷമ്മാസ് കുടിക്ക്, ജ്യൂസ് കഴിക്ക്. അങ്ങനെ പല അവിടെയുള്ള ഐറ്റംസുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. മതി, കഴിച്ചു. ഹാജേരെ, നിങ്ങൾ കഴിക്കേ, വിഷമം കൊണ്ട് നിങ്ങൾ കഴിക്കാതിരിക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ ഹാജേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, താൻ ഇത്രമാത്രം ആക്രമിച്ച ഒരാൾ തൻ്റെ മുന്നിൽ വന്നിരുന്ന് ദയയോടുകൂടി തന്നോട് സംസാരിക്കുന്നു. അത് വല്ലാത്തൊരു അനുഭവമായി ഹുസൈനാജിക്ക്. റബ്ബേ, ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്നുള്ള രീതിയിലായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവർക്കുമായി സൗകര്യമൊരുക്കിയ നിസ്കാരത്തിൻ്റെ ഹാളിലേക്ക് എല്ലാവരും പോയി. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടി കുറച്ചു നേരമല്ല അങ്ങോട്ട് പോയിട്ട്, എല്ലാവരും നോമ്പ് തുറക്കണ സമയമായിട്ടും എൻ്റെ കുട്ടീനെ കണ്ടില്ലല്ലോ. ഉമ്മാക്ക് ടെൻഷന്. ആ സമയത്തും ഷിഫയോട് പറഞ്ഞു, മോളെ ഷിഫ, എൻ്റെ മോന് അങ്ങോട്ട് പോയിരുന്നു. ഈ അസ്കറിനോടൊന്ന് ചോദിച്ചു നോക്കുമോ? എവിടെയെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മ, ഞാൻ ചോദിച്ചു നോക്കാം. ഷിഫയുടെ വയറ് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. മാഷാ അല്ലാ, പഠിച്ചവനെ എല്ലാം ഹൈറാകട്ടെ. മോളെ മെല്ലെ പോയിക്കട്ടോ. ഷിഫ അപ്പുറത്തേക്ക് പോയി. അസ്കർക്ക് ഒന്ന് വിളിക്കോ? അവൻ ഓടി വന്നു. അസ്കറിനെ നിൻ്റെ വൈഫ് വിളിക്കുന്നു. എന്താ ഷിഫ, എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല. അതെ, ഷമ്മാസ്ക ഉമ്മയെ കാണുമെന്ന് പറയുന്നുണ്ട്. ഉമ്മ പറഞ്ഞു കുറച്ച് സമയമായി മോനെ കണ്ടിട്ട്, അപ്പോൾ കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. ഷമ്മാസിനെ തിരഞ്ഞ് അസ്കർ റൂമിലേക്ക് വന്നു. അസ്കർ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ നിസ്കരിക്കാൻ വേണ്ടി. അതെ, ഉമ്മ വിളിക്കുന്നുണ്ട് തന്നെ, നിൻ്റെ ഉമ്മ. അങ്ങനെ ഷമ്മാസും അസ്കറും ഉമ്മയുടെ അടുക്കലെത്തുന്നു. മോനെ, ഉമ്മ അവനെ ദയനീയമായി നോക്കി. എൻ്റെ കുട്ടി എവിടെയായിരുന്നു? ഞാൻ കുറേ ടെൻഷനായി. ഉമ്മ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഹാജിയുടെ അടുത്ത്. പഠിച്ചോനെ, ഹുസൈനാജിൻ്റെ അടുത്തോ? ഉമ്മ. എന്താ? അല്ല, എനിക്ക് പേടിയാണ് മോനെ. എന്താ ഉമ്മ? അദ്ദേഹത്തിൻ്റെ സ്ഥിതി കണ്ട നമ്മൾ കരഞ്ഞു പോവും. അത്രക്കും ദയനീയമായ സ്ഥിതിയാണ് ഉമ്മ. മുഖത്തേക്ക് നോക്കാൻ കഴിയണില്ല കേട്ടോ. പാവാണ് അദ്ദേഹം. കരഞ്ഞ് അദ്ദേഹത്തിന് പഴയ കാലത്ത് ചെയ്ത കുറ്റങ്ങളും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായി. ഞാൻ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോനെ, അക്രമമൊന്നുമില്ലല്ലോ? എന്താ ഉമ്മ, കഴിയൂലമ്മ, പാവാണ്, തീരെ വയ്യാണ്ടിരിക്കണ്. നമ്മൾ ദുആ ചെയ്യാം.
പഠിച്ചോനെ എനിക്ക് എപ്പോഴാ സമാധാനമായത്. എനിക്കാകെ ടെൻഷനായിപ്പോയി എൻ്റെ കുട്ടീനെ കാണലായിട്ട്. അല്ലേ പറയാൻ പറ്റൂല, എൻ്റെ കുട്ടീനെ ചതിയിലല്ല എല്ലാവരും കീഴ്പ്പെടുത്തൽ. ഒന്നുമില്ലമ്മ, ഇപ്പം അങ്ങനെ ഒന്നല്ല ഉമ്മ. എന്ന് ഞാൻ നിസ്കരിക്കാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ പഠിച്ചോനെ. അല്ലാ നീ കാത്തു. അപ്പോഴാണ് ഉമ്മക്ക് സമാധാനമായതും ശ്വാസം നേരെ വീണതും. നുസൈബ ഉമ്മയോട്, ഉമ്മ എന്താ പറഞ്ഞത്? മോനെ നിൻ്റെ അടുത്തേക്ക് വന്നു, സംസാരിച്ചു. പഠിച്ചോനെ മോളെ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ, അതുകൊണ്ടാണ്. ഉമ്മ ഇവിടെ നിന്നൊന്നും ഇപ്പം അങ്ങനെ, ഇപ്പം അതിന് വയ്യാത്തൊരു സിറ്റുവേഷനും അല്ല, അങ്ങനെ ഒന്നും. മോളെ ശരിയാണ്, നമുക്ക് പഴയ ഓർമ്മയല്ല നമ്മളെ മനസ്സിക്ക് വരിക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല. എന്തൊക്കെ തന്നെയാലും ഉമ്മക്ക് സമാധാനമായി, റാഹത്തായി. നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ വീണ്ടും ഹുസൈനാജിയുടെ അടുക്കലേക്ക് തന്നെ ഷമ്മാസ് പോയി. മോനെ ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ സാധാരണയായിട്ട് തറാവീന് ശേഷമാണ് പിന്നെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത്. പിന്നെ മോനെ ഭക്ഷണം കഴിച്ചോളൂ. അസ്കർ അപ്പോഴേക്കും അങ്ങോട്ടെത്തി. അതല്ല, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉപ്പയുടെ കൂടെ തന്നെ ഇരിക്കുകയാണോ? അതിനെന്താടാ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഭക്ഷണം കഴിക്കണം. നമ്മൾക്കൊരു പക്ഷേ ഈ ഒരു അവസ്ഥ നാളെ വരില്ല എന്ന് ആര് കണ്ടു? അപ്പം നമ്മളെ അറുപ്പാണ് വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കിട്ടുപോവോ? എന്തൊക്കെ തന്നെയാലും പഠിച്ചോൻ കാക്കട്ടെ. അങ്ങനെ അതാ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഷമ്മാസും ഹുസൈനാജിയുമൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഷമ്മാസ് അത് കരുതി കൂട്ടി പറഞ്ഞത് തന്നെയാണ്, ഞാൻ ഹാജിയുടെ കൂടെ ഇരുന്നോളാം എന്നുള്ളത്. എന്നാൽ കൂട്ടുകാരായ ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുവാനോ സംസാരിക്കുവാനോ വന്നതില്ല. അദ്ദേഹം പെട്ടെന്ന് ഒറ്റപ്പെട്ട ഒരു ഫീലായിരുന്നു അദ്ദേഹത്തിന് ആയത്. ആരും അടുക്കുന്നില്ല, ആരും കാണുവാൻ വരുന്നില്ല, എല്ലാവർക്കും ഭയം, എല്ലാവർക്കും അറപ്പ് എന്നുള്ള രീതിയിലൊക്കെ. ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാവരും അതാ പിരിഞ്ഞു പോകുവാൻ വേണ്ടി നിൽക്കുന്നു. മോനെ, ഉമ്മ അതാ ഷമ്മാസിനെ വിളിക്കുന്നു. കാണുന്നില്ല. എവിടെ എൻ്റെ കുട്ടി? അസ്കറിനെ വീണ്ടും വിളിച്ച് കാര്യങ്ങൾ. അത് അവരെന്തോ സംസാരിച്ചിരിക്കുകയാണ്. ഉമ്മാക്ക് വീണ്ടും ഭയം. പഠിച്ചോനെ, അന്നത്തെ പോലെ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ. അല്ലാ നീ കാക്ക്. ഉമ്മ പെട്ടെന്ന് എന്താ ഷമ്മാസ് അങ്ങോട്ട് വരുന്നു. ഉമ്മ ഞാനിപ്പോൾ വരാട്ടോ, നിങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരിക്കേ. നിസ്കാരവും ഖുർആൻ പാരായണമൊക്കെ ചെയ്തോളൂ, ഞാൻ ഇപ്പോൾ വരാം. മോനെ എങ്ങോട്ടാ ഇനി? ഇല്ലമ്മ ഞാനിപ്പോൾ വരും. അങ്ങനെ ഏതാ ഹുസൈനാജിയുടെ അടുക്കലേക്ക് വീണ്ടും. മോനെ ഷമ്മാസ് ഇരിക്കെ, എനിക്ക് കുട്ടീനോട് കുറേ ആദ്യം തന്നെ ഞാൻ മാപ്പ് പറയണം. കുട്ടീനോട് ഒരുപാട് ഉപദ്രവങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല തവണകളിലായിട്ട്. എനിക്ക് മോനെ അന്ന് ഏറ്റവും വലിയ ശത്രു നീയായിരുന്നു. കാരണം പെട്ടെന്ന് അസ്കർ അങ്ങോട്ട് കടന്നു വന്നു. മോൻ പോയിക്കോളൂ. ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഒരിക്കലും മകൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുന്ന വാക്കുകളല്ലായിരുന്നു അതൊന്നും. ഷമ്മാസ് മോനെ, നീ എൻ്റെ മകനാണ്, മകൻ്റെ സ്ഥാനത്താണ്. പക്ഷേ എനിക്ക് ചില സത്യങ്ങൾ നിന്നോട് മാത്രമേ പറയാനുള്ളൂ. എന്താ ജീരെ, നിങ്ങൾ എന്തും പറഞ്ഞോളി, ഞാനതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് ഹാജിരെ, നിങ്ങളെ മുഖത്തിന് എന്താ പറ്റിയത്? എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. മോനെ, എനിക്കെൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഓരോ പെണ്ണുങ്ങളെന്നുള്ളത്. അതെൻ്റെ ഭാര്യയെ വരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അവളൊരിക്കലും എനിക്ക് പുറത്തു തരില്ല, എനിക്കറിയാം. അവൾ എൻ്റെ അടുത്തേക്ക് വരില്ല. കാരണം ആ രീതിയിൽ അവളെ ഞാൻ കടുപ്പം കാട്ടിയിരുന്നു. അത്രക്കും എൻ്റെ കൂടെ എപ്പോഴും പെണ്ണുങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ. എന്തെങ്കിലും കുറച്ച് ഗ്ലാമറുള്ളൊരു പെണ്ണിനെ കണ്ടാൽ വെറുതെ വിടുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു. എനിക്ക് പിന്നെ അവരെ വേണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പല തവണകളിലായിട്ട് പല എത്രയോ വേലക്കാരികൾ എൻ്റെ ഭാര്യമാരായി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നിക്കാഹ് കഴിച്ച ഭാര്യമാർ എന്നല്ല. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് അതിവസുന്ദരിയായിരുന്നു. എനിക്ക് അവളെ കണ്ടപ്പോൾ വല്ലാതെ എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി. വന്നിരുന്നത് മറ്റൊന്നിനുമല്ലായിരുന്നു. ശരിക്കും ഷമ്മാസ് അത് കേട്ടു നിന്നു. ആജീരെ, ആരാണ് ആ പെണ്ണ്? അവൾ നല്ല സുന്ദരി പെണ്ണായിരുന്നു. ഇവിടെ കൊട്ടാരത്തിലുള്ള പെണ്ണുങ്ങളെക്കാൾ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടു. 2 സ്ത്രീകളാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത്. എന്നാൽ ഒരുത്തിയെ ഞാനിവിടെ നിർത്തി, മറ്റുള്ള പുറത്താക്കി. അങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ടവളെ ഇവിടെ നിർത്തി. ആ പെണ്ണ് എന്നോട് ചില കാര്യങ്ങൾ വന്ന് ഉന്നയിച്ചു. അതായത്
നിന്റെ മുമ്പിൽ പേര് വ്യക്തമാക്കാൻ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അവൾ പറഞ്ഞു. ഹുസൈനാജി അല്ല നിങ്ങളെ പേര്? നിങ്ങൾ ഒന്ന് രണ്ടാൾക്കാരെ ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്താ വെച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. ആരാണത്? ഹാജിരെ പറയ് മോനെ, അത് പറഞ്ഞാൽ നീയൊക്കെ ഞെട്ടിപ്പോകും. എന്നിട്ട് അവളങ്ങനെ പറഞ്ഞു. പക്ഷേ അവളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരാളെ ഇല്ലാതാക്കുവാനോ ഉപദ്രവിക്കുവാനോ എൻ്റെ സംഘത്തോട് പറയുവാനോ അല്ല തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരും. അതിനുവേണ്ടി നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. എൻ്റെ തോഴിമാരും അവളോട് പറഞ്ഞു. ഹാജിയര് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ. പക്ഷേ അവൾ ആദ്യമൊക്കെ കുറച്ച് ടെൻഷൻ കാണിച്ചെങ്കിലും പിന്നീട് അവളുടെ കാര്യം സാധിച്ചു കിട്ടാൻ അവൾ എന്തിനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. എന്നാലും എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത് സാധിക്കണം. അതായിരുന്നു അവൾ പറഞ്ഞത്. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോവുകയാണ്. ആരാണിങ്ങനെ? ഇത്രയ്ക്കും ധൈര്യമുള്ള പെണ്ണോ? അതും നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ, അതും നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത്രക്കും ഏതൊരു പെണ്ണിനും സമാധാനത്തോടെ ജീവിക്കുവാനോ ഉറങ്ങുവാനോ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അത്രക്ക് ധൈര്യമുള്ള പെണ്ണോ? ശരിക്കും ഷമ്മാസ് അത് ചോദിച്ചു. അതെ, അവൾക്ക് ധൈര്യത്തിനും ഉപദ്രവത്തിനും ഒരു കുറവുമില്ല. എങ്ങനെ വേണമെങ്കിലും അവൾ ആൾക്കാരെ ഉപദ്രവിക്കും. അതുമാത്രമല്ല, എങ്ങനെ വേണമെങ്കിലും അവൾ ചെയ്യും. ഒരു പേടി അവളുടെ അടുത്തുകൂടി പോയിട്ടില്ല. അവൾക്ക് അവളുടെ ലക്ഷ്യങ്ങൾ അതാണ് വലുത്. അതിനു വേണ്ടി എല്ലാവരെയും തകർക്കാൻ അവൾ തയ്യാറാണ്. ആചാര്യ, നിങ്ങൾ പറയേ, ആരാണത്? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ മോനെ? അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ നിന്നോട് പറയാണ്, ആ ഒരു വ്യക്തി, ആ ഒരു പെണ്ണ്, അത് വല്ലാത്തൊരു സാധനം തന്നെയാണ്. ഒരാളെയും വെറുതെ വിടില്ല, എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കും. ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവരെയൊക്കെ ഇല്ലാതാക്കുക മാത്രമാണ് ലക്ഷ്യം. ഷമ്മാസേ, ആദ്യമായി എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ നിൻ്റെ ജീവിതം സേഫ്റ്റി ആക്കണം എല്ലാം കൊണ്ടും. ശരിയാണ്, ആദ്യം ഞാൻ ഒരുപാട് നുസൈബയുടെ പിന്നിലൊക്കെ നടന്ന് ഉപദ്രവിച്ച് അങ്ങനെയൊക്കെ ചെയ്തതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരിക്കലും എനിക്ക് അതിനൊക്കെ എങ്ങനെ സോറി പറയണമെന്ന് എനിക്കറിയുന്നില്ല. ആചാര്യ, നിങ്ങൾ കാര്യം പറയും. അതെ, അതിനേക്കാൾ വലിയൊരു ശത്രു നിങ്ങൾക്കുണ്ട് ഷമ്മാസ്. അത് ഏത് നിമിഷവും എന്തും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം. അപ്പോൾ ആരുടെ ജീവൻ്റെ കാര്യമാണ് എടുക്കാൻ പറഞ്ഞത്? നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും. അവരെ ഇല്ലാതാക്കണം. അവർ ഒരുമിച്ച് ജീവിക്കരുത്. അതാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ലാ പഠിച്ചോനെ, എനിക്കും എൻ്റെ പെണ്ണിന് ഇപ്പോഴും ശത്രുക്കളോ? ഞാൻ കരുതി ഹുസൈനാജി മാത്രമാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതായപ്പോൾ അതൊക്കെ അല്ലടാ, നിൻ്റെ ശത്രു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. ഏത് നിമിഷവും നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നല്ല സേഫ്റ്റി വേണം, എപ്പോഴും ഒരു കരുതൽ വേണം. നിൻ്റെ ഭാര്യയെ ഒറ്റയ്ക്കൊരിക്കലും വിടരുത്. നീയും ഭാര്യ ഒരുമിച്ച് പോകുമ്പോഴും തന്നെ നല്ല സേഫ്റ്റിയോട് കൂടി, ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള ആ ഒരു മനസ്സോട് കൂടി നീ പോകണം. ആചാര്യ, നിങ്ങൾ പറയ്, ആരാണ്? ഞാൻ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഉപദ്രവിച്ചത്, അതൊക്കെ ഞാൻ പറയാം. പറഞ്ഞാൽ നീ ആചാര്യ, എനിക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഷോക്ക് വരുമോ അറിയില്ലടാ. അത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കാണ്ട്, അതുകൂടി നീ കേൾക്കണം. ഹാജിയർ കഥ പറയുവാൻ തുടങ്ങി. ഷമ്മാസ് ശരിക്കും അതെല്ലാം കേട്ട് ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ആരായിരിക്കും നുസൈബയുടെയും ഷമ്മാസിൻ്റെയും ജീവിതത്തിലേക്ക് ഇനിയും കട്ടുറുമ്പായി, അല്ലെങ്കിൽ ഇനിയും അവരുടെ സന്തോഷ ജീവിതം ഇല്ലാതാക്കുവാൻ ആരാണ് ഇപ്പോഴും തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അറിയുമെങ്കിൽ അതൊന്ന് ആ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്കിതിൽ നിന്നൊക്കെ ഒരു പാഠമുണ്ട്. ഒരാൾ എത്രയൊക്കെ തന്നെ ഉപദ്രവിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താലും അവസാനം നാം പിടിക്കപ്പെടും.
അതും പടച്ചവൻ്റെ അടുക്കൽ. എന്തൊക്കെ തന്നെ വലിയ തെറ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഈ ദുനിയാവിൽ നിന്ന് തന്നെ പടച്ച റബ്ബ് അത് കാണിച്ചു തരും. എന്നിട്ടേ നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ളൂ. അതിനു മുമ്പായിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് അത് മാപ്പാക്കി തരട്ടെ. നമ്മൾ പരമാവധി ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.